ഹായ്. നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് നമ്മുടെ SBIയുടെ ക്ലർക്കിൽ ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള ട്രെയിനിൻ്റെ മാത്രം ടൈം ആൻഡ് ഡിസ്റ്റൻസ് നിങ്ങൾക്കറിയാം. അതിൽ വരുന്ന ട്രെയിനിൻ്റെ മാത്രം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് കാണാത്തവർക്ക് നിങ്ങൾക്ക് അത് ജസ്റ്റ് ഇതിൻ്റെ പ്രീവിയസ് വീഡിയോ നിങ്ങൾ ചാനലിൽ ചെന്ന് അവിടെ നിന്ന് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വേറെയും ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടോപ്പിക്സൊക്കെ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എക്സാംസ് ഓൾറെഡി വന്നു. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതെല്ലാം തന്നെ പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഫുൾ നിങ്ങൾക്ക് ഒരുമിച്ച് അത് കാണാവുന്നതാണ്. ആൻഡ് ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക. ഇനി ഫ്യൂച്ചറിൽ വരുന്ന അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒന്നും തന്നെ മിസ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമ്മുടെ ട്രെയിനിൻ്റെ ക്വസ്റ്റൻസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു SBIയുടെ ക്ലർക്കിൽ ലാസ്റ്റ് 3 ഇയേഴ്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. എ ട്രെയിൻ മൂവിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 36 km/h ക്രോസസ് എ സ്റ്റാൻഡിംഗ് മാൻ ഇൻ 10 seconds. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ഇറ്റ് ടു ക്രോസ് എ പ്ലാറ്റ്ഫോം ഓഫ് 60 meter. എല്ലാ ക്വസ്റ്റൻസും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് എടുത്ത് പോകാൻ പറ്റുന്ന പോലത്തെ ക്വസ്റ്റൻസ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ട്രെയിൻ മൂവിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 36 km/h. നമുക്ക് അവിടെ ആ ഒരു സ്പീഡ് തന്നിട്ടുണ്ട്, ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ട്രെയിനിന്റെ ലെന്ത് കണ്ടുപിടിച്ചൂടെ? ട്രെയിനിന്റെ ലെന്ത് നമ്മൾ L വെച്ച് നോട്ട് ചെയ്യുന്നത് സിമ്പിളായിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് ഈക്വൽ നിങ്ങൾക്കറിയാം സ്പീഡ് ഇൻറ്റു ടൈമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കേസിൽ ഒരു ആളെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെയിനിന്റെ ലെന്ത് ആയിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുമ്പോൾ 36 km/h കൺവേർഷന് വേണ്ടി 5/18 എടുക്കാം. ഇൻറ്റു ക്രോസ് ചെയ്യാൻ എടുക്കുന്ന 10 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഇവിടെ 2 എന്ന് വരും. 2 × 5 10, പിന്നെ ഒരു 10 കൂടി വരുമ്പോൾ നമുക്ക് 100 എന്ന് വരും. അപ്പോൾ ട്രെയിനിന്റെ നീളം 100 മീറ്റർ ആണ്. ഇനി ചോദിക്കുന്നത് എത്രയേ ഉള്ളൂ, ഇതേ ട്രെയിൻ ഒരു 60 മീറ്ററുള്ള നീളമുള്ള പ്ലാറ്റ്ഫോമിൽ ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്ന ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എഗെയിൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ എടുക്കാം. വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. അതിനെ ഇനി അടുത്ത് നമ്മുടെ ഈ പറയുന്ന ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന ട്രെയിനിന്റെ ലെന്ത് 100 മീറ്ററും ആ പ്ലാറ്റ്ഫോമിന്റെ ലെന്ത് 60 മീറ്ററും ആൻഡ് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സ്പീഡ്, ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 36 ആണ്. പിന്നെ അതിന്റെ കൺവേർഷന് വേണ്ടി ഇൻറ്റു 5/18 കൂടി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. 5/18 കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 18ഉം ഇതിവിടെ ക്യാൻസൽ, ഇവിടെ 2 എന്ന് വരും. 2ഉം 5 കൂടി ക്യാൻസൽ ആകുമ്പം ഇവിടെ നമുക്ക് 10 ക്യാൻസൽ ആവും. ഇവിടെ നിന്ന് ബാക്കിയുള്ളത് 10 + 6 16 seconds എന്ന് നമുക്ക് ആൻസർ വരും. 16 seconds. പക്ഷേ ആക്ച്വലി നിങ്ങൾക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് ആ മേളത്തെ 10 സെക്കൻഡും ആ 100 മീറ്റർ എന്നുള്ള കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആൻസർ എടുക്കാൻ പറ്റും. എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പം വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാം. ആക്ച്വലി ഒന്ന് എഴുതാതെ ആൻസർ എടുക്കാൻ വേണ്ടി 100 മീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എഴുതാതെ ആൻസർ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് മേളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 10 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ആളെ ക്രോസ് ചെയ്യുന്നത്. എത്ര മീറ്ററുള്ള ട്രെയിന്? 100 മീറ്ററുള്ള ട്രെയിന്. ഇപ്പം നമുക്ക് ഒരേ ട്രെയിൻ തന്നെയാണ് ഈ പറയുന്ന പ്ലാറ്റ്ഫോമും ക്രോസ് ചെയ്യുന്ന ആളെയും ക്രോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടൈമും വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഡിസ്റ്റൻസും വരുന്നുണ്ട്. നമുക്കിവിടെ ഒരേ സ്പീഡുള്ള ട്രെയിനാണ് ഈ രണ്ട് പേരെയും ക്രോസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ ടൈമും ഡിസ്റ്റൻസും എന്തായിരിക്കും? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ടൈമും ഡിസ്റ്റൻസും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 100 മീറ്ററുള്ള ട്രെയിന് ഒരാളെ ക്രോസ് ചെയ്യാൻ 10 സെക്കൻഡ് എടുക്കുന്നത്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് 100 മീറ്ററിന് 10 സെക്കൻഡ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു 60 മീറ്ററുള്ള പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 60 മീറ്ററുള്ള പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യുമ്പോൾ അവിടെ പ്ലാറ്റ്ഫോം മാത്രമല്ല വരുന്ന ട്രെയിൻ കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 100 മീറ്ററിന്റെ ട്രെയിനും 60 മീറ്ററിന്റെ പ്ലാറ്റ്ഫോം 160 മീറ്ററാണ് ക്രോസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ചുമ്മാ ഒന്ന് കമ്പയർ ചെയ്ത് 100ന് 10 എന്ന് പറഞ്ഞാൽ ഒരു 0 കുറച്ചതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 160ന് ഒരു 0 കുറച്ച് എഴുതി 16 സെക്കൻഡ്സ്. നോക്കിയേ, ചുമ്മാ കമ്പയർ ചെയ്ത് ആൻസർ എടുക്കാൻ പറ്റും നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റൻസ്. നമുക്ക് എവിടെയെങ്കിലും ക്വസ്റ്റൻസ് സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആൻസേഴ്സ് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കണ്ടുപിടിക്കാൻ പേനിപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ എഴുതി ചെയ്തത് നമുക്ക് എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. ചുമ്മാ 4 വെച്ചാൽ കിട്ടും. ഇപ്പം 100 ക്രോസ് ചെയ്യാൻ 10 സെക്കൻഡ്, 160 ക്രോസ് ചെയ്യാൻ 16 സെക്കൻഡ്, അത്രയേ ഉള്ളൂ. 200 മീറ്റർ ക്രോസ് ചെയ്യാനാണെങ്കിലോ 20 സെക്കൻഡ്, 500 മീറ്റർ ക്രോസ് ചെയ്യാനാണെങ്കിലോ 50 സെക്കൻഡ്. ഇങ്ങനെ ചുമ്മാ കമ്പയർ ചെയ്ത് അങ്ങ് എടുത്താൽ മതി. ഓക്കെ, സോ ആൻസർ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് 16 സെക്കൻഡ് ആൻസർ വരും. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 ട്രെയിൻ ക്രോസ് ഈച്ച് അതർ ഇൻ 16 seconds കമ്മിങ് ഫ്രം ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ സം ഓഫ് ദെയർ സ്പീഡ് ഈസ് 25 meter/second. അപ്പോൾ രണ്ടുപേരുടെ സ്പീഡ് സം തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് യൂഷ്വലി അറിയാവുന്ന ഇവിടുത്തെ കേസ് നമ്മുടെ ആ ഒരു ആദ്യത്തെ ട്രെയിനിന്റെ ലെന്ത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ട്രെയിൻ ബി 60 meter ഷോർട്ടർ ദാൻ ദി ട്രെയിൻ എ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ട്രെയിൻ. നമ്മൾ ഇത് എടുക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് ഇപ്പം നമുക്ക് ആദ്യത്തെ ട്രെയിനിന്റെ ലെന്തും ഈ രണ്ടാമത്തെ ട്രെയിനിന്റെ ലെന്തും എടുക്കുകയാണെങ്കിൽ ഒരു ഐഡിയക്ക് വേണ്ടി നമുക്ക് ഇവിടെ ക്വസ്റ്റിന്റെ രണ്ടാമത്തെ ട്രെയിൻ ബിയുടെ കാര്യം, അല്ലെങ്കിൽ നമുക്ക് എ ബി തന്നെ എടുക്കാം. എയും ബിയും എന്ന് എടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അവിടെ പറഞ്ഞേക്കുന്ന വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ട്രെയിനിന്റെ ലെന്ത് രണ്ടാമത്തെ ട്രെയിനിന്റെ ലെന്തിന് ഒരു കമ്പാരിസൺ തന്നിട്ടുണ്ട്. എങ്ങനെ? നമ്മുടെ ട്രെയിൻ ബി 60 meter ഷോർട്ടർ ദാൻ ട്രെയിൻ എ എന്ന് തന്നിട്ടുണ്ട് നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ട്രെയിൻ എ എൽ എന്ന് പറയുന്ന എൽ ആണെങ്കിൽ ട്രെയിൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 60 meter ഷോർട്ടർ ആണെങ്കിൽ
L മൈനസ് 60 ആയിരിക്കും. ഇനി ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്യുന്ന ടോട്ടൽ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് S1 പ്ലസ് S2 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതെന്ന് പറയുന്നത്. ഇനി ചോദിക്കുന്ന രണ്ടാമത്തെ ട്രെയിൻ ആണ്. നമുക്കിവിടെ ക്രോസ് ചെയ്യുന്ന സമയവും തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ക്രോസ് ഈച്ച് അതർ ഇൻ ആ ടൈം നമുക്ക് തന്നിരിക്കുന്നത് 16 സെക്കൻഡ് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം തന്നിട്ടില്ലേ, ആ L മാത്രമല്ലേ കിട്ടാനുള്ളൂ. സോ ഇതെല്ലാം കൂടി നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള അതേ കൺസിഡറിൽ എടുക്കുകയാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് ഈക്വൽ ടു നമ്മുടെ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള രീതി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്, ഒരെണ്ണം L മറ്റേത് L മൈനസ് 60 ബൈ നമുക്ക് അവിടെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്, അല്ലെങ്കിൽ നമുക്ക് സ്പീഡ് എടുക്കാം. സ്പീഡ് 25 ആണ്. സോ അത് താഴേക്ക് എടുക്കാം. ഈക്വൽ ടു നമ്മുടെ ടൈം എത്രയാണ്, 16. ഇനി ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ L പ്ലസ് L 12 എന്ന് വരും. മൈനസ് നമുക്കിവിടെ ആ ഒരു 60 ഈക്വൽ ടു നമുക്ക് 16 ഇൻറ്റു 25 എന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ 2ഉം ഇവിടെ നിന്ന് ഇതുകൂടി ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 30 എന്ന് പകുതിയാക്കാം. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് 8 എന്നാക്കാം. അങ്ങനെയാണെങ്കിൽ 8 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 200 എന്ന് വരും. ഇനി ആ 30 ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ മൈനസ് 30 ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് പ്ലസ് 30 ആയിട്ട് നമുക്ക് ആൻസർ എന്തെന്ന് വരും, 230 എന്ന് വരും. സോ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ട്രെയിനിൻ്റെ ലെന്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ലെന്ത് എത്ര വരും, 230 എന്ന് വരും. അല്ല, സെക്കൻഡ് ആണ് ചോദിക്കുന്നത്, നമ്മൾ എന്തുകൂടി ചെയ്താൽ മതി, അതിൽ നിന്ന് 60 കുറച്ചാൽ മതി നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. സോ ആൻസർ ഓപ്ഷൻ ഡി 230 മീറ്റർ ആണ് നമ്മുടെ ആൻസർ, 230 മീറ്റർ. ഓക്കെ, അടുത്ത ദിവസം ലീവ് ആവാം. അടുത്ത ദിവസം ട്രെയിൻ A and B started from X and Y respectively at the same time towards each other. അപ്പോൾ അഗെയിൻ റിലേറ്റീവ് സ്പീഡാണ്. ദേ ക്രോസ് ഈച്ച് അതർ ആഫ്റ്റർ 4 hours. അപ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ് സ്പീഡിൻ്റെയും അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് ആണ്. അവർ ക്രോസ് ചെയ്യുന്നത്, അവരെ മീറ്റ് ചെയ്യുന്നതല്ല, അവർ മീറ്റ് ചെയ്തതിന് ശേഷം അവർ തമ്മിൽ ക്രോസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ വരുന്നു, അയാൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, പക്ഷെ എവിടെയോ വെച്ച് മീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നു. അതേപോലെ ഇവിടെ നിന്ന് ഒരാൾ വരുന്നു, വരുന്ന സമയത്ത് ആള് ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അവിടെ പറയുന്നത് ഇങ്ങനെ, ദേ ക്രോസ് ഈച്ച് അതർ ഇൻ 4 hours എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആളെ മീറ്റ് ചെയ്യാൻ, ഇപ്പൊ ഇവിടുന്ന് വന്ന ആളെ ഇവിടെ വന്ന് മീറ്റ് ചെയ്യാനും ഇവിടുന്ന് വന്ന ആളെ ഇവിടെ വന്ന് മീറ്റ് ചെയ്യാനും ഒരേ സമയമായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ അത് അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് വരുന്ന കൺസെപ്റ്റ് ആണ്. ഇപ്പൊ രണ്ടുപേരും ഒരേ സമയത്താണ് ഇറങ്ങേണ്ടത്, എവിടെയെങ്കിലും വഴിക്ക് വെച്ച് മീറ്റ് ആണെങ്കിൽ അവർ ഒരേ സമയമായിരിക്കത്തില്ലേ എടുക്കുന്നത് കാണാൻ വേണ്ടി. സോ ആ ഒരു ടൈമാണ് 4 hours തന്നിരിക്കുന്നത്. A travel the distance XY in 10 hours. അപ്പോൾ ഇപ്പൊ ഇത് A ആണ് ആൻഡ് ഇത് B ആണെങ്കിൽ A ഫുള്ള് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 10 hours ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. XY ട്രാവൽ ചെയ്യാൻ, ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ ട്രാവൽ ചെയ്യാൻ XY എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യാൻ 10 മണിക്കൂർ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് 4 മണിക്കൂറാണെങ്കിൽ ബാക്കി പിന്നെ 10 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇത് എത്ര ആയിരിക്കും, 6 മണിക്കൂറായിരിക്കും. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ B ടു ട്രാവൽ XY. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നിന്ന് 4 hours അറിയാം, ഇവിടെ എത്രയെന്ന് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പ്ലസ് ചെയ്ത് ആദ്യം ആൻസർ കിട്ടാൻ വേണ്ടി സിമ്പിളായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാൻ നിൽക്കില്ല, നമുക്കിത് വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ആക്ച്വലി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു മീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, ഓക്കെ, ആ മീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് റൂട്ട് ഓവർ അവർ ആ മീറ്റ് ചെയ്തതിനു ശേഷം ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയമില്ല, അവരുടെ ഡെസ്റ്റിനേഷൻ എത്താൻ എടുക്കുന്ന സമയം, അതാണ് അതിന്റെ പ്രൊഡക്റ്റിന്റെ റൂട്ടാണ് അതെന്ന് പറയുന്നത്. എച്ച് ഈക്വൽ ടു റൂട്ട് ഓഫ് T1 ഇൻറ്റു T2. അതിൽ T1 T2 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. ഈ 4 മണിക്കൂർ അവർ മീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് എക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഈ T1 T2 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ മീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരാൾ അവിടുന്ന് ആളുടെ ഡെസ്റ്റിനേഷൻ വരെ എത്താനും ലൈക്ക് അടുത്ത പോയിന്റ് വരെ എത്താനും, ആൻഡ് ഇതാണ് നമ്മുടെ T2 എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇവിടുന്ന് വന്ന ആൾ ഇവിടെ മീറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ എത്താനും എടുക്കുന്ന ആ ഒരു സമയത്തിനെയാണ് T1 T2 എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സാധാരണ നമുക്ക് എപ്പോഴും ഇവർ ഈ എക്സ് എത്ര എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റൻ അവർ ചോദിച്ചിരിക്കുന്ന എക്സ് എത്ര എന്നല്ല, T2 എത്ര എന്നും അല്ല ചോദിച്ചിരിക്കുന്നത്, ആ T2 പ്ലസ് എക്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫുൾ ജേർണിയുടെ ആ ഒരു സമയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്, ഈ ഒരു ഷോർട്ട് കട്ട് അറിയാവുന്നവർക്ക്. നമുക്ക് ഇതിലേക്ക് വാല്യൂ പുട്ട് ചെയ്താൽ 4 ഈക്വൽ ടു, നമുക്ക് അതിനെ പ്രോപ്പർലി എടുക്കാം, 4 ഈക്വൽ ടു റൂട്ട് ഓവർ നമുക്ക് ആ ഒരു 6 ഇൻറ്റു T2 എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് സൈഡും നമ്മളൊന്ന് റൂട്ട് ചെയ്യുകയാണെങ്കിൽ, സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ 4ന്റെ സ്ക്വയർ 16 എന്ന് വരും. ആൻഡ് ഇവിടെ നമുക്ക് ആ 6 ഇൻറ്റു T2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആ 16/6 എന്ന് വരും. സോ T2 എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ആ 16/6 എന്ന് പറഞ്ഞാൽ നമുക്കത് 8/3 എന്ന് വരും. 8/3 എന്ന് പറയുമ്പോഴത്തേന് നമുക്കത് വരുന്നത്, ഓക്കെ, ഡെസിമലിലെ ആൻസർ തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ അങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ നമുക്കത് എടുക്കുമ്പോഴത്തേന് നമുക്കത് 2.6 എന്ന് വരും. 2.66 എന്ന് വരും. 2.66
ഹവേഴ്സ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന ഈ T2 അല്ല ചോദിച്ചിരിക്കുന്നത്, അവർ ചോദിച്ചിരിക്കുന്ന ഫുൾ ജേർണി എത്ര എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫുള്ള് ആ ഒരു ബിക്ക് YZ കവർ ചെയ്യാൻ എടുക്കുന്ന സമയം എത്ര ആയിരിക്കും? 4 മണിക്കൂർ കാണാൻ വേണ്ടി എടുത്തു, എന്നിട്ട് പിന്നെ അപ്പുറത്ത് എത്താൻ വേണ്ടി 2.66 കൂടി എടുത്തു. അങ്ങനെയാണെങ്കിൽ ആൻസർ 6.66 അല്ലെങ്കിൽ 6.67 എന്നാണ് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ 6.67 ആയിരിക്കും എടുക്കുന്ന ആൻസർ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതാ ഈ ഒരു ഷോർട്ട് കട്ട് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഷോർട്ട് കട്ട് നല്ലപോലെ എക്സാമിൽ ചോദിക്കാറുണ്ട് ആൻഡ് വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ എടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും നമ്മളെ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഈ ഒരു ഷോർട്ട് കട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ നമ്മുടെ റിലേറ്റീവ് സ്പീഡിൽ ഈ ഒരു ക്രോസ് ചെയ്ത് പോയതിനു ശേഷമുള്ള അഡ്വാൻസ് കേസസ് വരുമ്പോൾ ഇങ്ങനെയാണ് വളരെ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ആൻസർ എടുക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എ ട്രെയിൻ ഹാവിംഗ് എ certain length of x meter covers two different platform having length of 140 meter and 180 meter in 18 seconds and 20 seconds respectively. Find the speed of the train. നിങ്ങളൊന്ന് ആലോചിക്കുക, നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു കണ്ടീഷൻ അല്ലേ, ഇവിടെ നമുക്ക് ഒരേ ട്രെയിൻ തന്നെ അല്ലേ ഈ പറയുന്ന രണ്ട് പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കമ്പയർ ചെയ്യാം? നമ്മുടെ ഡിസ്റ്റൻസും ടൈമും കൂടി ചുമ്മാ ഒന്ന് കമ്പയർ ചെയ്യാം. നമ്മുടെ ഡിസ്റ്റൻസും നമ്മൾ ഈ പറയുന്ന ടൈമും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു ട്രെയിൻ 140 മീറ്റർ ഉള്ള പ്ലാറ്റ്ഫോമിനെയും 180 മീറ്റർ ഉള്ള പ്ലാറ്റ്ഫോമിനെയും ക്രോസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രോസ് ചെയ്യുമ്പം അത് മാത്രം എടുക്കല്, അത് ക്രോസ് ചെയ്യുമ്പോൾ എന്തോടി കാണും? ട്രെയിനിൻ്റെ ലെന്ത് കൂടി കാണും. എനിക്ക് എല്ലാവരും വിട്ടുപോകുന്ന അതാണ്, അത് വിട്ടുപോലെ. അപ്പം L+140യും അടുത്തത് നമുക്ക് L+180 എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എത്രേൻ്റെ ഡിഫറൻസ് ഉണ്ട്? ഇവിടെ ഒരു 40 മീറ്ററിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി. ഇനി ഇവർ പറയുന്ന സമയം 18ഉം 20ഉം ആണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ 18 സെക്കൻഡ് 20 സെക്കൻഡും ആണെങ്കിൽ നമ്മൾ അവിടെയും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അവിടുത്തെ ഒരു ഡിഫറൻസ് എത്ര? നമുക്ക് 2 സെക്കൻഡിന്റെ വ്യത്യാസമല്ല അവിടെ വരുന്നത്, 2 സെക്കൻഡ്സിന്റെ വ്യത്യാസം വരുന്നുണ്ട് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ആ 40 മീറ്ററിന് വേണ്ടി ആയിരിക്കും ആ 2 സെക്കൻഡ് എടുത്തേക്കുന്നത്. 40 മീറ്റർ ട്രാവൽ ചെയ്യാൻ നമുക്കവിടെ എടുത്തേക്കുന്നത് 2 സെക്കൻഡ്. നോക്കിയേ, വളരെ ഈസി ആയിട്ട് കിട്ടിയില്ലേ? 40 സെക്കൻഡ് ട്രാവൽ ചെയ്യാൻ നമുക്കവിടെ 2 സെക്കൻഡ് ആണ് എടുത്തേക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇതുപോലെ ആൻസർ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്പീഡ് ഓഫ് ദി ട്രെയിൻ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞോളൂ. അതിന് ആക്ച്വൽ വാല്യൂസ് വേണമെന്നില്ല. നമുക്കൊരു ഡിസ്റ്റൻസും ഉണ്ട്, നമുക്കൊരു സ്പീഡും ഉണ്ട്, നമുക്കൊരു ടൈമും ഉണ്ട്. ആ ഒരു ഡിസ്റ്റൻസും ആ ഒരു ടൈമും പോരെ സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി. ആക്ച്വലി ഉള്ള വാല്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ആൻസർ എടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് 40 മീറ്റർ. ഒരു ചെറിയ വാല്യൂ കിട്ടിയാൽ അത് ആക്ച്വൽ വാല്യൂ കിട്ടണമെന്ന് നിർബന്ധമില്ല. കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ വാല്യൂ കിട്ടിയാൽ പോലും അതിന്റെ റിയൽ വാല്യൂ തന്നെ അതിന്റെ ചെറിയൊരു ഡിഫറൻസ് കിട്ടിയാൽ പോലും നമുക്ക് അവിടുന്ന് ആൻസർ എടുക്കാൻ പറ്റും. യൂഷ്വലി എല്ലാവരും ശരിക്കുള്ള വാല്യൂ എടുത്തിട്ട് ആൻസർ എടുക്കുന്നത് നിങ്ങൾക്കറിയാം. ശരി, നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്നായിരിക്കും കിട്ടുന്നത്. ചോദിച്ചിരുന്ന കിലോമീറ്റർ പെർ അവർ അല്ല. അങ്ങനെയാണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 18/5 കൂടി നമുക്ക് അതിന്റെ കൂടെ എടുക്കാം. അങ്ങനെ ആദ്യം തന്നെ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേന് നമുക്ക് 2 × 5 ഈ 10 0 ക്യാൻസൽ ചെയ്യാം. 4 × 18 4 × 18 72 കിലോമീറ്റർ പെർ അവർ. നോക്കി എത്ര പെട്ടെന്ന് ആൻസർ വന്നേന്ന്. നമുക്ക് ഇപ്പോഴും അറിയത്തില്ല ട്രെയിനിന്റെ ലെന്ത് എന്താന്ന്. ഓക്കെ, നമ്മളിപ്പോൾ ട്രെയിനിന്റെ ലെന്ത് കണ്ടുപിടിച്ചിട്ടേ ഇല്ല, പക്ഷെ നമുക്ക് സ്റ്റിൽ എന്തറിയാം? ആൻസർ നമുക്ക് കിട്ടി. സോ ഈ ഒരു കമ്പാരിസൺ രീതി, ഓക്കെ, നമ്മുടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസും ടൈമും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ള ഈ ഒരു ചെറിയ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇതേപോലെ വളരെ പെട്ടെന്ന് നോക്കി ആൻസേഴ്സ് എടുക്കാൻ പറ്റും. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പറഞ്ഞ പോലെ പെൻ ആൻഡ് പേപ്പറുടെ ആവശ്യമില്ല. മേ ബി ആ അവസാനത്തെ സ്റ്റെപ്പ് ചെയ്യാൻ ചിലപ്പോൾ പെൻ ആൻഡ് പേപ്പർ ചിലപ്പോൾ മേ ബി വേണ്ടി ഇത് വന്നു എന്ന് വരാം. ബട്ട് അതർവൈസ് നമുക്ക് അല്ലാതെ പെൻ പേപ്പറുടെ ആവശ്യം വരത്തേ ഇല്ല. കാണാൻ പറ്റും അത്യാവശ്യം നല്ല ക്വസ്റ്റൻ അത്. പക്ഷേ നമ്മൾ ട്രെയിനിൽ എന്തൊക്കെ കണ്ടുപിടിച്ച് സോൾവ് ചെയ്തെടുക്കേണ്ട ക്വസ്റ്റൻ. പക്ഷേ നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രെയിൻ എ ക്രോസസ് എ സ്റ്റാൻഡിംഗ് മാൻ അറ്റ് എ സ്പീഡ് ഓഫ് 15 മീറ്റർ പെർ സെക്കൻഡ് ഇൻ h seconds while train B crosses a platform of 200 meter length in 3h seconds with a speed of 15 meter per second. Length of train B is 1/3 of the length of train A. Find the length of train B. അത്യാവശ്യം കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് റഫ് ആക്കിയാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിവിടെ വലുതായിട്ട് വാല്യൂസ് ഒന്നും തന്നിട്ടും ഇല്ല. പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ട്രെയിൻ എയുടെ സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ ട്രെയിൻ ബിയുടെ സ്പീഡ് എന്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ട്രെയിനിന്റെ സ്പീഡ് എന്ത് തന്നെ സെയിം തന്നെ അല്ലേ? കൈൻഡ് ഓഫ് നമുക്ക് സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ രണ്ടും വേറെ വേറെ ട്രെയിൻ ആണെങ്കിൽ പോലും സ്പീഡ് എന്ത് തന്നെയാണ്? കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റിൽ രണ്ട് പ്ലാറ്റ്ഫോം ഒരു ട്രെയിൻ ക്രോസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു. നമ്മൾ ട്രെയിനിന്റെ ലെന്ത് കണ്ടുപിടിക്കാതെ അതേപോലെ നമുക്ക് ഇവിടെ ട്രെയിനിന്റെ ലെന്താണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്ക് അതേപോലെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്താലോ? രണ്ട് ട്രെയിൻ ഉണ്ട്, പക്ഷേ ആ രണ്ട് ട്രെയിനിന്റെയും സ്പീഡ് സെയിമാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻ ചെയ്യുന്ന കണക്കങ്ങ് ചെയ്തു പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ എന്താ പറയുന്നത്? ട്രെയിൻ എ ക്രോസസ് എ സ്റ്റാൻഡിംഗ് മാൻ അറ്റ് എ സ്പീഡ് ഓഫ് h സെക്കൻഡ്സ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റിൽ എടുത്ത പോലെ തന്നെ ആ ഡിസ്റ്റൻസും ടൈമും കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസും ടൈമും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, സ്പീഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രെയിൻ എ, ഇപ്പോൾ ഇവിടെ എയും ബിയും ഉണ്ടായതുകൊണ്ട് നമുക്കിപ്പം L എന്ന് എടുക്കുന്നതിന് പകരം അതാത് ട്രെയിനിന്റെ ലെന്തിനെ അതാത് ട്രെയിനിന്റെ പേര് തന്നെ കൊടുക്കാം, എയും ബിയും. അങ്ങനെ ഇവിടെ പറഞ്ഞേക്കുന്ന അനുസരിച്ച് ഇപ്പോൾ ട്രെയിൻ എ എന്ന് പറഞ്ഞാൽ ട്രെയിൻ എയുടെ ലെന്ത് എന്ന് പറഞ്ഞാൽ A മീറ്റർ ആണ്. അത് ക്രോസ് ചെയ്യാൻ എടുക്കുന്നത് h സെക്കൻഡ്സ് ആണ്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റിനെ കോംപ്ലിക്കേറ്റ് ആക്കുന്നത്. ട്രെയിനിന്റെ ലെന്തും അറിയത്തില്ല, സമയവും അറിയത്തില്ല, ഒരു സമയം തന്നിട്ടും ഇല്ല. സ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്യാം.
ആൻഡ് ട്രെയിൻ ബി ക്രോസസ് എ പ്ലാറ്റ്ഫോം 200 മീറ്റർ ലെങ്ത് ഇൻ 3h seconds. അപ്പോൾ ട്രെയിൻ ബി 200 മീറ്ററിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ അത് രണ്ടും വരും. അത് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന 3h seconds ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവർ തമ്മിൽ റിലേഷൻ കിട്ടിയാലേ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അടുത്ത ലൈനിൽ കൊടുത്തിട്ടുണ്ട്. ലെങ്ത് ഓഫ് ട്രെയിൻ ബി ഇസ് 1/3 ഓഫ് ദി ലെങ്ത് ഓഫ് ട്രെയിൻ എ. നമ്മൾ ട്രെയിൻ എയുടെ ലെങ്ത് എന്ന് പറയുന്നത് ബി, നമ്മുടെ ട്രെയിൻ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എയുടെ 1/3 ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ എയുടെ ബൈ 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ എ ബിയുടെ പ്ലേസിലേക്ക് നമുക്ക് ഈ എ ബൈ 3 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് എ ബൈ 3 പ്ലസ് 200 മീറ്റർ എന്ന് പറയുന്നതാണ് ആ 3h seconds. ഇനി രണ്ടും ഒരേ ട്രെയിൻ ആയില്ലേ. ഇനി നമുക്ക് സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ചെയ്യുകയാണ്. ഇവിടെ ഈ ബൈ 3 കിടക്കുന്ന എന്നെ കോംപ്ലിക്കേറ്റ് ആക്കും. സോ ആ ബൈ 3 മാറ്റാൻ വേണ്ടി ഞാൻ ഫുൾ സംഭവത്തിനെ ചുമ്മാ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് റേഷ്യോ ബാലൻസ് ചെയ്യുന്ന പോലെ. അങ്ങനെ ഞാൻ ഫുൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്ന് വരും. അതിൻ്റെ അവിടെ 3 × 200 നമുക്ക് അത് 600 എന്ന് വരും. അതിൻ്റെ അവിടെ 3 × 3 നമുക്ക് അവിടെ നിന്ന് 9 എന്ന് വരും. ഇനി നമുക്ക് നോക്കിക്കോ, ഒന്ന് ചുമ്മാ കമ്പയർ ചെയ്തോടെ. ഈ കണ്ടീഷനും കൂടി ചുമ്മാ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. അവിടെ ആണ് എക്സ് എടുക്കുന്നത്, ഇവിടെ എ പ്ലസ് 600 9h എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി നമ്മൾ ചുമ്മാ കമ്പയർ ചെയ്താൽ ഇവിടെ എക്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എ ഇല്ലേ, അതിനും എന്ത് എടുക്കണം, എക്സ് എടുക്കണം. അപ്പൊ അങ്ങനെ ശരിക്കും ഇത് എക്സ് പ്ലസ് 8h ആയിരിക്കണ്ടേ. നമ്മുടെ ഇവിടെ എക്ക് എക്സ് എടുക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെയും എക്ക് എക്സ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഈ 600 മീറ്ററിനായിരിക്കണ്ടേ ഈ 8h എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ 600 മീറ്ററിനാണ് ആ 8h എടുക്കുന്നതെന്ന് കിട്ടും. അപ്പോൾ 600 മീറ്ററിന് 8h ആണ് എടുക്കുന്നതെങ്കിൽ എക്സിന് എത്ര എടുക്കുന്നതെന്ന് നോക്കിയാൽ പറയുന്നുണ്ട്. ഈ എക്സ് അല്ലേ ടൈം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സിന്റെ വാല്യൂ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ 600/8 ചെയ്താൽ മതി. അപ്പോൾ 600/8 നമ്മൾ ചെയ്താൽ 600 ജസ്റ്റ് ആ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? നമുക്കിവിടെ 2 × 5 × 5 അല്ല 3 × 5 × 5 എന്ന് നമുക്ക് വരും. നമുക്ക് ഇവിടെ 8 വെച്ച് ഇവിടെ 6 ഒരു 2 ക്യാൻസൽ ചെയ്താൽ ബാക്കി 3 വരും. 2 0 എന്ന് പറഞ്ഞാൽ 2 2 ഉണ്ട്. സോ അവിടെയും നമുക്ക് ഈ പറഞ്ഞില്ല, അല്ലെങ്കിൽ 100നെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 25 വരും. സോ 3 × 25 വരും. 3 × 25. ശരി, അപ്പൊ ഇത് നമ്മുടെ ട്രെയിൻ എയുടെ കേസാണ്. നമ്മുടെ ട്രെയിൻ എ ആണ് എക്സ് എടുക്കുന്നത് നമുക്കറിയാം. പക്ഷെ ട്രെയിൻ ബി എന്താണ്, ഇതിന്റെ ബൈ 3 അല്ലേ. അങ്ങനെ ആണെങ്കിൽ ഇതിപ്പോ ട്രെയിൻ എയുടെ കേസാണെന്ന് പറയാം. ട്രെയിൻ എയുടെ ലെന്ത് 75 മീറ്റർ ആണ്. അത് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 75 മീറ്റർ എന്ന് വരും. പക്ഷെ ഈ പറഞ്ഞ ട്രെയിൻ ബി എന്ന് പറഞ്ഞാൽ ഈ എയുടെ 1/3 അല്ലേ ഉള്ളൂ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആ 3 × 25/3 ആ 3 യും 3യും കട്ടായി പോയി ആ 25 മീറ്റർ ആയിരിക്കത്തില്ല ആൻസർ. 25 മീറ്റർ. നോക്കിയേ, ട്രെയിൻ എയുടെ ലെന്ത് 75 മീറ്റർ, ട്രെയിൻ ബിയുടെ ലെന്ത് 25 മീറ്റർ. നിങ്ങൾ നോക്കി അവിടെ ഇപ്പോഴും നമുക്കറിയത്തില്ല ഈ പറയുന്ന എക്സിന്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ആ സ്പീഡ് ഉപയോഗിച്ചതേ ഇല്ല. ഓക്കെ, ബട്ട് സ്റ്റിൽ നമുക്ക് ആൻസർ കിട്ടി. സോ ഇതാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഓൾറെഡി ഇതിന്റെ സിമ്പിൾ ആയിട്ട് ചെയ്തു. ഇതിപ്പോൾ കുറച്ച് നല്ല റഫ് ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ ആ റഫ് ക്വസ്റ്റനിൽ നമുക്ക് ഈ പറഞ്ഞ കമ്പാരിസൺ നല്ലപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. വളരെ നല്ലപോലെ നമുക്ക് ആ ഒരു കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റൻസിനെ കമ്പയർ ചെയ്ത് ആൻസർ എടുക്കുന്നത്. അപ്പം മറന്നുപോലെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസും ടൈമും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമുക്ക് ആദ്യം യൂസ് ചെയ്ത ക്വസ്റ്റൻസ് ആൻസേഴ്സ് വളരെ പെട്ടെന്ന് ഇതേപോലെ എടുക്കാൻ പറ്റും. ഇനി റിമൈനിങ് ക്വസ്റ്റൻസിൽ നമുക്ക് വളരെ പെട്ടെന്ന് പോകാം. എ ട്രെയിൻ 290 മീറ്റർ ലോങ് ഈസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 36 km/h. ദെൻ ഇറ്റ് വിൽ ക്രോസ് എ ബ്രിഡ്ജ് ഓഫ് ലെങ്ത് 180 മീറ്റർ ഇൻ എന്നേ ചോദിച്ചിട്ടുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിനെ സാധാരണ എടുക്കുന്ന പോലെ റിലേറ്റീവ് സ്പീഡ് റിലേറ്റീവ് അല്ല, നമ്മുടെ സാധാരണ ട്രെയിൻ്റെ ക്വസ്റ്റൻസ് എടുക്കുന്ന പോലെ എടുക്കാം. അപ്പോൾ ട്രെയിനിന്റെ ലെന്ത് ഉണ്ട്, അത് ക്രോസ് ചെയ്യുന്ന 180 മീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജ്. സോ പ്ലസ് ബ്രിഡ്ജ് ഡിവൈഡ് ബൈ സ്പീഡ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 36 km/h. കൺവേർഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 5/18 കൂടി എടുക്കണം. സോ 5 താഴെ 18 അങ്ങ് മുകളിൽ പോകും. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 എന്ന് വരും. 2 × 5 നമുക്ക് 10 എന്ന് വരും. 0 ക്യാൻസൽ ആവും. 29 + 18 നമുക്കത് 47 seconds എന്ന ആൻസർ വരും. 47 seconds ആൻസർ. പെട്ടെന്ന് ആൻസർ വന്നില്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോകാം. ട്രെയിൻ എ റണ്ണിങ് വിത്ത് എ സ്പീഡ് ഓഫ് 20 m/s ക്രോസസ് എ പ്ലാറ്റ്ഫോം ഇൻ 30 seconds എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, ട്രെയിനിന്റെ ലെന്ത് അവിടെ നിന്ന് കിട്ടും. ആ എയുടെ ട്രെയിനിന്റെ ലെന്ത് പ്ലസ് പ്ലാറ്റ്ഫോമിനെയാണ് ട്രെയിൻ എ റണ്ണിങ് അറ്റ് ദ സ്പീഡ് ഓഫ് 200 മീറ്റർ ക്രോസസ് എ പ്ലാറ്റ്ഫോം. അതൊരു പ്ലാറ്റ്ഫോമിനെയാണ് ക്രോസ് ചെയ്യുന്നത്. ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്ക് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട് 20 × 30. നിങ്ങൾക്ക് അവിടുത്തെ ഈ ഒരു എന്താ പറയുക, സ്പീഡ് × ടൈം ചെയ്ത ഡിസ്റ്റൻസ് കിട്ടുമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് 600 മീറ്റർ എന്ന് കിട്ടും. ശരി, അടുത്ത കണ്ടീഷൻ. അനദർ ട്രെയിൻ ബി ഹൂസ് ലെന്ത് ഈസ് 150 മീറ്റർ മോർ ദാൻ ലെന്ത് ഓഫ് ട്രെയിൻ എ ഈസ് റണ്ണിങ് വിത്ത് എ സ്പീഡ് ഓഫ് 10 m/s ക്രോസസ് എ പോൾ ഇൻ 40 seconds. അപ്പോൾ ഇനി ഈ ട്രെയിൻ എ ആൻഡ് ട്രെയിൻ ബി എന്ന് പറയുന്ന എനേക്കാളും ട്രെയിൻ ബി ഹൂസ് ലെന്ത് ഈസ് 150 മീറ്റർ മോർ ദാൻ ട്രെയിൻ എ. അപ്പോൾ എ പ്ലസ് 150 ആണ് നമ്മുടെ ബി എന്ന് പറയുന്നത്. ട്രെയിൻ ബി എന്ന് പറയുന്നത്
നമ്മുടെ ഈ പറഞ്ഞ A+150 ട്രെയിൻ A+150 അത് ഒരു പോളിനെ ക്രോസ് ചെയ്യാൻ 40 സെക്കൻഡ് എടുക്കുന്നത് 10 മീറ്റർ പെർ സെക്കൻഡിലാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യാം. സോ 10 ഇൻറ്റു ആ 40 സെക്കൻഡ് നമുക്ക് 400 വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി ചുമ്മാ ഒന്ന് കമ്പയർ ചെയ്താൽ പോരെ, നമുക്ക് ആൻസർ വരും. നമ്മൾ നോക്കിക്കേ, ആ A+150 ട്രെയിൻ എയുടെ ലെന്തും 150 പ്ലസ് 150 എന്നുള്ള വാല്യൂ എന്ന് പറഞ്ഞാണ് എത്ര, നമ്മുടെ ഈ 400 എന്ന് പറയുന്നത്. സോ ഇത് രണ്ടുകൂടി നമ്മൾ ചുമ്മാ കമ്പയർ ചെയ്താൽ A ഈക്വൽ ടു ആ 400 മൈനസ് 150 ചെയ്താൽ പോരെ. അപ്പോൾ 400 മൈനസ് 150 എത്ര വരും, നമുക്ക് 250 എന്ന് വരും. അപ്പോൾ ട്രെയിൻ എയുടെ ലെന്ത് എത്ര, 250 ആണ്. ചോദിച്ചിരുന്നത് ഫൈൻഡ് ദി ലെന്ത് ഓഫ് പ്ലാറ്റ്ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാം. നമ്മുടെ ആ എയും പ്ലാറ്റ്ഫോം കൂടിയല്ല 600, അതിൽ എ മാത്രം നമുക്ക് എത്ര, 250. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷനിലേക്ക് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ A+P എന്ന് പറയുന്നതാണ് 600, അതിൽ എയുടെ വാല്യൂ നമുക്ക് ഇപ്പം കിട്ടി 250 ആണ്. അപ്പോൾ 250 പ്ലസ് പ്ലാറ്റ്ഫോം ആണ് ഈ 600. അങ്ങനെയാണെങ്കിൽ ആ 250 നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ലെന്ത് എത്ര എന്ന് വരും, 350 എന്ന് വരും, 350 മീറ്റർ. അപ്പോൾ ഓപ്ഷനിലേക്ക് വന്ന ഓപ്ഷൻ സി 350 മീറ്റർ ആണ് നമ്മുടെ ആൻസർ. നോക്കിയാൽ വളരെ ഈസി ആയിട്ട് ആൻസർ വരുന്നില്ലേ. അപ്പോൾ അഗെയിൻ ജസ്റ്റ് ചുമ്മാ രണ്ട് കൂടി ഒന്ന് കമ്പയർ ചെയ്യുക, ആൻസർ എടുക്കാം. അടുത്ത ദിവസത്തിലേക്ക് പോവാം. A train crosses a platform in 10 seconds while running at a speed of 45 km per hour, and it takes 15 seconds to pass a man walking in 5 meter per second in the same direction of the train. Find the difference in the length of train and length of the platform എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ പറഞ്ഞ സ്പീഡ് ഒന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ട്രെയിന് ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 45 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ 45 കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് സ്പീഡ് തന്നേക്കുന്നത്. അപ്പോൾ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ഒരാൾ നടന്നു പോകുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ് നടന്നു പോകുന്നത്. അപ്പം നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് അങ്ങ് ആക്കിയേക്കാം. ആണെങ്കിൽ നമുക്ക് 5/18, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 18 നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 5 25/2 എന്ന് വരും. 25/2 എന്ന് പറഞ്ഞാൽ നമുക്കത് 12.5 മീറ്റർ പെർ സെക്കൻഡ് വരും. നമ്മുടെ ട്രെയിനിൻ്റെ സ്പീഡ് 12.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ആൻഡ് ആളുടെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശരി, ഇനി ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്ന അനുസരിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 10 സെക്കൻഡ് 45. ഓക്കെ, ഇനി നമുക്ക് ആ ട്രെയിനിൻ്റെ ലെന്ത് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ലൈനിൽ നിന്ന് എന്താ നമുക്ക് സ്പീഡും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പക്ഷെ അത് പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുന്നത്. സോ പ്ലാറ്റ്ഫോമിൻ്റെ ലെന്തും ആ ട്രെയിനിൻ്റെ ലെന്ത് കൂടി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്കത് ഇപ്പം കിട്ടിയ 12.5 വെച്ച് തന്നെ എടുക്കാം, അല്ലെങ്കിൽ ആ 45 വെച്ച് വീണ്ടും ഈ സ്റ്റെപ്പ് ഒന്നുകൂടി എഴുതേണ്ടി വരും. അപ്പം 12.5 മീറ്റർ പെർ സെക്കൻഡിൽ സ്പീഡ് ഇൻറ്റു ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം 10 സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് 125 മീറ്റർ എന്ന് വരും. അപ്പോൾ എനിക്കൊന്ന് ഓക്കെ കുഴപ്പമില്ല, 125 മീറ്റർ എന്നും നമുക്ക് വരും, പ്ലാറ്റ്ഫോമും ആ ട്രെയിനിൻ്റെ നീളം കൂടി ചേർത്ത്. ഇനി അവിടെ അടുത്ത റിലേറ്റീവ് സ്പീഡിൻ്റെ കണ്ടീഷൻ തരിക. ഇഫ് ഇറ്റ് ടേക്ക് 15 സെക്കൻഡ്സ് ടു പാസ് എ മാൻ വാക്കിംഗ് അറ്റ് 5 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ റിലേറ്റീവ് സ്പീഡ് വന്നു അവിടെ, അതേ സെയിം ഡയറക്ഷനിൽ വേറെ ഒരാൾ നടന്നു പോകുന്ന കേസ്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഓഫ് ദി ലെന്ത് ഓഫ് ദ ട്രെയിൻ ആൻഡ് പ്ലാറ്റ്ഫോം ആണ് പറയുന്നത്. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. പക്ഷേ അതിന് മുമ്പ് റിലേറ്റീവ് സ്പീഡിൻ്റെ കേസ് നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാം. ഇപ്പോൾ റിലേറ്റീവ് സ്പീഡിൻ്റെ കേസ് നമ്മൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ പറഞ്ഞേക്കുന്ന അനുസരിച്ച് നമുക്ക് ആ ഒരു റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്കവിടെ ആ ഒരു ട്രെയിനിൻ്റെ ലെന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ട്രെയിനിൻ്റെ ലെന്ത് പ്ലാറ്റ്ഫോമിൻ്റെ ലെന്ത് തന്നിട്ടുണ്ട്, ആൾ ക്രോസ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിലേറ്റീവ് സ്പീഡിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ട്രെയിൻ ഒരാളെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ലെന്ത് മാത്രമേ വരത്തുള്ളൂ. നമുക്ക് ഇവിടെ എല്ലാം എടുക്കാം, ഡിവൈഡ് ബൈ ഈ പറഞ്ഞ റിലേറ്റീവ് സ്പീഡ്. റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, ഒന്ന് 12.5 ആൻഡ് മറ്റേത് 5, രണ്ടും സെയിം ഡയറക്ഷനാണ്. സോ മൈനസ് ആകും, സ്പീഡ് തമ്മിൽ മൈനസ് ആകും. ഈക്വൽ ടു ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്, 15 സെക്കൻഡ്. സോ ആണെങ്കിൽ ഇവിടെ നമുക്ക് എല്ല് കിട്ടത്തില്ലേ, എല്ല് ഇവിടുന്ന് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇതിങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ 15 ഇൻറ്റു ആ 12.5 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എത്ര വരും, 7.5 വരും. അപ്പോൾ 15 ഇൻറ്റു 7.5 എന്ന് പറഞ്ഞാൽ നമുക്ക് 15 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 105 എന്ന് വരും. പിന്നെ 15ൻ്റെ പകുതി 7.5ഉം, അങ്ങനെയാണെങ്കിൽ 105ഉം 7.5 കൂടി എടുക്കുകയാണെങ്കിൽ നമുക്കത് 112.5 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രെയിനിൻ്റെ ലെന്ത് എത്രയാണ്, 112.5 മീറ്റർ ആണ് ട്രെയിനിൻ്റെ ലെന്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ആ പ്ലാറ്റ്ഫോമും ട്രെയിനും കൂടി 125 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്ലാറ്റ്ഫോം എടുക്കാമല്ലോ. അപ്പോൾ ട്രെയിനിൻ്റെ ലെന്ത് നമ്മൾ ഈ പറയുന്ന 112.5 മീറ്ററാണ്. നമുക്കറിയാം ട്രെയിനും പ്ലാറ്റ്ഫോം കൂടി ചേർന്നിട്ട് 125 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. പ്ലാറ്റ്ഫോം നമുക്ക് അറിയത്തില്ല, കണ്ടുപിടിക്കണം. ട്രെയിനിൻ്റെ ലെന്ത് 112.5 ഈക്വൽ ടു 125. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ വാല്യൂ എത്ര വരും, ഇത് രണ്ടുകൂടി മൈനസ് ചെയ്യുമ്പോൾ 12.5 എന്ന് വരും. അപ്പം
കുറച്ച് അത്രയും ലോജിക്കലി ഫോളോ ചെയ്തൊരു ക്വസ്റ്റൻ അല്ല. നമ്മുടെ പ്ലാറ്റ്ഫോം 12.5 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പ്ലാറ്റ്ഫോം ആയി പോകും. എന്നാലും കുഴപ്പമില്ല, 12.5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമും നമ്മുടെ ഈ ട്രെയിനും തമ്മിലുള്ള ലെന്തിന്റെ ഡിഫറൻസ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് 112.5 മീറ്ററും 12.5 മീറ്ററും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? നമുക്ക് 100 മീറ്റർ എന്ന് വരത്തില്ലേ? സോ ആൻസർ 100 മീറ്റർ എന്ന് വരും. സോ ഓപ്ഷൻ സി 100 മീറ്റർ എന്ന് ആൻസർ വരും. എനിക്ക് ചെറിയ ക്വസ്റ്റനോ, പക്ഷെ കുറേ ചെറിയ കാൽക്കുലേഷൻസ് ഉണ്ട്, കുറേ ചെറിയ കാൽക്കുലേഷൻസ്. സോ അത് കാരണം കുറച്ചധികം നമുക്ക് സമയം എടുക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മുടെ ട്രെയിനിന്റെ ലാസ്റ്റ് നമ്മുടെ ഒരു 3 ഇയേഴ്സിന്റെ ഇടയ്ക്ക് ചോദിച്ചുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, 8 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ട്രെയിനിന്റെ ക്വസ്റ്റൻ. നമുക്കറിയാം ടൈം ആൻഡ് ഡിസ്റ്റൻസ് 3 ക്വസ്റ്റൻ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ട്രെയിൻ 8 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും കൂടുതൽ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ആൻഡ് ബോട്ടം സ്ട്രീം ഇതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ട്രെയിനും ബോട്ടം നോക്കാം, ബോട്ടം സ്ട്രീമിന്റെ ക്വസ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റൻസ് ഒക്കെ തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾ യൂഷ്വലി കൺവെൻഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്യാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസും ടൈമും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ള കണ്ടീഷൻ ഈ ഒരു ട്രെയിനിന്റെ ക്വസ്റ്റൻസിൽ നല്ലപോലെ ഉപയോഗിക്കുക, പെട്ടെന്ന് ആൻസർ എടുക്കാൻ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻസ് ചെയ്യുന്ന രീതികളും അപ്രോച്ചുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു, എന്തെങ്കിലും നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കാൻ പറ്റിയെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സെഷൻ ഷെയർ ചെയ്യുക, ആൻഡ് ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള സെഷൻസ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ഈ ഡിസ്കഷൻസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കാം. ഇനി SBIയുടെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാലും എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള ക്വസ്റ്റൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വരുന്ന RRB IPSന്റെ ഒക്കെ ലാസ്റ്റ് 3 ഇയേഴ്സിലെ ക്വസ്റ്റൻസ് നമുക്ക് ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്ത് നല്ലപോലെ മനസ്സിലാക്കാം, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ആ ഒരു എക്സാംസിനൊക്കെ വേണ്ടി. അത് കഴിഞ്ഞ് ഇൻഷുറൻസിന്റെ ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇതുകൂടാതെ നമുക്ക് SSC റെയിൽവേ എക്സാംസ് ഒക്കെയും വരുന്നുണ്ട്, അതിന്റെ ക്വസ്റ്റൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി ബാക്കിയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനി ബോട്ടം സ്ട്രീം ഉണ്ട്, ആ ഒരു ക്വസ്റ്റൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും.